അങ്ങനെയാണ് രക്ഷപ്പെടുത്തി നമ്മുടെ ബിലിച്ചേട്ടൻ. ഇദ്ദേഹമാണ് കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ട്രെൻഡി ആയിട്ടുള്ള ഒരു കണ്ടക്ടർ. ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പെട്ടെന്നുള്ള ഒരു സമയത്ത്. വീട്ടിലെ അവസ്ഥകൾ എന്തൊക്കെയാണ് ഇപ്പോൾ? വീട്ടിലെ അവസ്ഥ ദൈവത്തിന്റെ കരങ്ങൾ വന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബിലിച്ചേട്ടൻ. അപ്പൊ അദ്ദേഹത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഏറ്റവും കൂടുതൽ മമ്മൂട്ടി മോഹൻലാലിനെ കാണാനല്ല ആഗ്രഹിച്ചത്, നിങ്ങളെ കാണാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. ഈ ലോകത്ത് അങ്ങനെ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് അറിയപ്പെട്ടത്. ഹായ് ഹലോ നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മൂവി വേൾഡ് മീഡിയ ആയിട്ട് ഇരിക്കുന്നത് ഒരു ബസ്സിനകത്താണ് ഞാൻ ഇരിക്കുന്നത്. സാധാരണ നമ്മൾ സിനിമാ താരങ്ങളുടെ ഇൻ്റർവ്യൂസാണ് കൂടുതലായിട്ട് എടുക്കാറുള്ളത്. സിനിമയെക്കാട്ടിലും കൂടുതലായിട്ട് ഇൻ്റർവ്യൂ എടുക്കാൻ നിൽക്കുന്ന ഒരാളുണ്ട്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഫേസ്ബുക്കിൽ വൈറലായിട്ട് ഒരാളാണ്. ഒരു ദൈവത്തിൻ്റെ കരം പോലെ ഒരു ചെറുപ്പക്കാരനെ രക്ഷിച്ച ഒരു കണ്ടക്ടറുടെ കഥ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ആ ഒരു കണ്ടക്ടറുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. ചവറ തെക്കുംഭാഗത്ത് നമ്മുടെ പാലത്തിനടുത്തായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ആരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ ചെറുപ്പക്കാരനെ രക്ഷിച്ച വിജിത്ത് ലാൽ ചേട്ടാ, നമസ്കാരം. നിങ്ങളുടെ ഈ കൈ കൊണ്ടാണോ പിടിച്ചത്? ഈ കൈ കൊണ്ടാണ് പിടിച്ചത്. എവിടെയാണ്, ഏത് ഭാഗത്താണ് പിടിച്ചത്? പിടിച്ചതല്ലേ. എന്തായാലും അതിന് ആദ്യം തന്നെ ഹാറ്റ്സ് ഓഫ്. കാര്യം ഞങ്ങളുടെ മൂവി വേൾഡ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ചേട്ടാ, ആ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയി. കാര്യം നിങ്ങൾ അറിഞ്ഞു വെച്ചോണ്ട് പിടിച്ചാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അതെങ്ങനെയാണ് പെട്ടെന്ന് പിടിക്കാൻ തോന്നിയത്? ഒരിക്കലുമല്ല. ഈ യാത്രക്കാരൻ കയറിയത് കാരാളിമുക്ക് എന്ന ഷോപ്പിൽ നിന്നാണ്. കക്ഷി കയറി കഴിഞ്ഞ്, കക്ഷിയാണ് ഏറ്റവും അവസാനം കയറുന്ന യാത്രക്കാരൻ. കക്ഷി കയറി കഴിഞ്ഞാണ് ഞാൻ ഡോറ് അടച്ച് ബെല്ലും അടിച്ച് വണ്ടി എടുത്തോണ്ട് പോയത്. അതിന് തൊട്ടപ്പുറത്തെ സ്റ്റോപ്പാണ് മാമ്പഴമൊക്കെ സ്റ്റോപ്പ്. 1 മിനിറ്റ് ദൂരം പോലും ഇല്ല യാത്ര. ബാക്കിയുള്ള യാത്രക്കാർക്ക് ടിക്കറ്റൊക്കെ കൊടുത്ത് ഈ കക്ഷി ഇവിടെ അടുത്തേക്ക് കൊണ്ട് ഞാൻ എൻ്റെ ഓപ്പോസിറ്റിൽ നിന്നൊരു യാത്രക്കാരൻ്റെ ബാലൻസ് കൊടുക്കാൻ നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 5-ന്റെ നാണയം നിറയെ പോകും. ആ വീഡിയോയിലായിട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ആ കക്ഷി അത് കുനിഞ്ഞെടുക്കുകയും ചെയ്യുന്നു. എനിക്ക് 50 രൂപ എന്നിട്ട് ആ ശാസ്താംകോട്ടേക്ക് ടിക്കറ്റ് എടുത്തേ. ഞാൻ അന്നേരം ബാക്കി പൈസ അങ്ങോട്ട് കൊടുക്കാനും ഉണ്ട്. എന്നിട്ട് ഈ കക്ഷി ആ കുനിഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും. ആ വീഡിയോ കാണുന്നുണ്ട്. ഈ കമ്പിയെ മാത്രം ഒരു മൊബൈൽ 2 വിരൽ കൊണ്ട് ചേർത്ത് വെച്ച് പിടിച്ചോണ്ടിരിക്കുന്നു. ആ വളവും വന്ന് ഈ കക്ഷി പുറത്തോട്ട് മറിഞ്ഞും പോകുന്നു. എൻ്റെ കൈ തട്ടിയാ പോകുന്നത്. പെട്ടെന്ന് എനിക്ക് നോക്കാനുള്ള ടൈം കിട്ടിയില്ല. സെക്കൻഡ് റിയാക്ഷൻ ഞാൻ കൈയും അതെങ്ങനെ മനസ്സിലായി വീഴാൻ പോകുന്ന കക്ഷി തട്ടി പോവില്ലേ? ഓ, ഇങ്ങനെ അടുത്ത് ചെന്നില്ല, ഇങ്ങനെ തട്ടി പോവുകയാണ്. എന്നിട്ട് ഞാൻ കൈ പുറകോട്ടിട്ട് എവിടെങ്കിലും ഒരു പിടുത്തം കിട്ടുന്നുള്ള രീതിയിൽ നമ്മൾ പിടിക്കാൻ നോക്കിയേ. പക്ഷെ അപ്പോഴത്തെ എന്തോ ഭാഗ്യം, കക്ഷിക്ക് ദൈവഭാഗ്യമുണ്ട്. ചെന്ന് വീഴുന്നതിന് ശേഷമാണ് ഡോറ് തുറന്നത്. കക്ഷിയുടെ ബാക്ക് വശം തട്ടിയാണ് ഡോറിന്റെ ലോക്ക് ഓപ്പൺ ആയത് താഴോട്ട്. അങ്ങനെ ആ ഡോർ തുറന്നു പോകുന്നത്. ഈ പിടിച്ച് കുറെ സമയത്ത് മുന്നോട്ട് പോയല്ലോ, ഒരു 10 സെക്കൻഡോളം മുന്നോട്ട് പോയിട്ടുണ്ട്. ആ സമയം എങ്ങനെയാണ് കയ്യിൽ ഹോൾഡ് ചെയ്തത്? കാരണം അത്ര പിടിക്കാൻ പാടില്ല. ഹോൾഡ് ചെയ്ത് നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സീറ്റില് നിൽക്കുന്ന പൊസിഷൻ കറക്റ്റ് ആയിരുന്നു. ഇവിടെ ഇങ്ങനെ കമ്പിയുടെ ആ സീറ്റിൽ നിൽക്കുന്ന പൊസിഷൻ കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് കക്ഷിയുടെ എത്ര വെയിറ്റ് ഉണ്ടായാലും ബാലൻസ് ചെയ്യാൻ പറ്റിയത്. നേരെ മറിച്ച് തിരിച്ചായിരുന്നെങ്കിൽ ഞാനും കൂടെ പോകും. പക്ഷേ നമ്മൾ കാണുമ്പോൾ രജനീകാന്ത് സിനിമ പോലൊക്കെ, രജനീകാന്ത് നമ്മൾ പറന്ന് പിടിക്കുന്ന പോലൊക്കെയാണ് താങ്കൾ അവരെ പിടിച്ച് രക്ഷപ്പെടുത്തിയത്. അതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞു, വണ്ടി യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് അല്ലേ ടിക്കറ്റും കൊടുത്ത് നമുക്ക് എടുത്തോണ്ട് പോകാം അല്ലേ? അതല്ലേ നല്ലത്. നമ്മളിപ്പം യാത്ര ചെയ്തുകൊണ്ട് തന്നെ പുള്ളിയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. കാര്യം നമ്മുടെ പ്രേക്ഷകരെല്ലാവരും നല്ല താരങ്ങളുടെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള ആൾക്കാർ നമ്മൾ അറിയണം. ഈ രക്ഷപ്പെടുത്തുന്ന ആൾക്കാർക്കും ഒരു ജീവിതമുണ്ട്. അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ള അറിയണം. ചേട്ടാ, ടിക്കറ്റ് കൊടുത്തോണ്ട് നമുക്ക് സംസാരിക്കാം അല്ലേ? അപ്പം വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ വൈഫ്, മോനുണ്ടല്ലേ? അപ്പം നിങ്ങളൊരു വീഡിയോ ഞങ്ങളെ കണ്ടു. അപ്പൊ ആ വീട് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വാടകയ്ക്കാണ് താമസിക്കുന്നതൊക്കെ. അപ്പം ഒരു വീഡിയോ കണ്ടു ഞാൻ. ആ വീഡിയോ എന്നൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടല്ലേ? ആ, ഒരുപാട് പേരുടെ സഹായം കിട്ടുന്നുണ്ട്. പിന്നെ മന്ത്രി ഗണേഷ് കുമാർ സാറ് ഒരിക്കൽ ചെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്നെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് ഗണേശൻ പറഞ്ഞത്. ഗണേശൻ വിളിച്ചോ? ഇല്ല, വിളിച്ചില്ല. ഒരുപാട് സന്തോഷം. എന്ന് കഴിഞ്ഞാൽ കക്ഷി എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊരു സംഭവം കണ്ട് MVD വന്നിട്ട് അത് പന്തളത്ത് MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ അവിടെ വന്ന് ആദരിച്ചായിരുന്നു. അത് ഭരണിക്കാവിൽ കുന്നത്തൂർ ജോയിന്റ് ആദരിച്ചായിരുന്നു. അല്ല, അതിനകത്ത് അവര് പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ മമ്മൂട്ടി മോഹൻലാലിനെ കാണാനല്ല ആഗ്രഹിച്ചത്, നിങ്ങളെ കാണാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അത് കൊല്ലത്തെ പീരീഡ് 10ാമത്തെ വാർഷികത്തിൽ അത് നമ്മുടെ കളക്ടർ സാർ പങ്കെടുത്തായിരുന്നു. അവിടെ വെച്ച് എനിക്കൊരു ആദരവ് തന്നെയാണ്. അപ്പൊ അതെന്തായാലും ആ ആദരവില് നമ്മൾ ഹാപ്പിയാണ്. കാര്യം ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അല്ലേ? പക്ഷെ എങ്കിലും എനിക്ക് ഒരു കൂടി അറിയാനുള്ള, ഈ പ്രേക്ഷകർക്കെല്ലാം അറിയാനുള്ളൊരു കാര്യം, അത് എങ്ങനെയാണ് കറക്റ്റ് അത്രയും വെയിറ്റ് നിങ്ങളുടെ കയ്യിൽ താങ്ങി എന്നുള്ളതാണ്. അത് ഞാൻ നിന്ന പൊസിഷൻ കറക്റ്റ്. പിന്നെ അന്നത്തെ ആ ഒരു രീതിയിൽ എന്റെ മാനസികാവശ്യം പേടിച്ചു. കക്ഷി പുറത്തോട്ട് ധരിച്ചു പോകുന്ന സമയത്ത് ഞാൻ കയറി പിടിച്ച് കക്ഷിയുടെ റൈറ്റ് ഹാൻഡ് എൻ്റെ കിട്ടി. കക്ഷിയെ മോളിൽ കൊണ്ടുവന്നു. മോളിൽ കൊണ്ടുവന്ന് ഞാൻ സീറ്റും കാണിച്ചു കൊടുത്തു.
പക്ഷേ അന്നേരവും ഞാൻ മാനസിക സമ്മർദ്ദം അനുഭവിക്കുമായിരുന്നു. ഞാൻ കക്ഷി പുറത്തോട്ട് തിരിച്ചു പോയി വീട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ചേട്ടൻ ഓടി ഡോർ അടയ്ക്കുന്നുണ്ടല്ലേ? ഡോർ അടയ്ക്കാൻ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്കെപ്പോഴും അത് എന്താ പറഞ്ഞ അവരെ വിളിച്ച് പിന്നെ വിളിച്ചായിരുന്നു ഈ പറഞ്ഞ രക്ഷിച്ച വീട്ടുകാർ വിളിച്ചോ? ഈ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരൻ എന്തെങ്കിലും അസുഖം മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണല്ലേ? വീട്ടിൽ ചെന്നപ്പോൾ അവരെന്തോ പറഞ്ഞു? അവര് പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് വെച്ചാൽ ഇങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് തിരിച്ചു കിട്ടി. അതിയായ സന്തോഷമായിരുന്നു. അത് എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങളുടെ കയ്യിൽ വന്നു എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും എൻ്റെ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ചേട്ടാ. ടിക്കറ്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് സംസാരിക്കാം അല്ലേ? ഇനി ഇത് എത്ര ദൂരമുണ്ട്? ഇത് എവിടേക്കാണ് പോകുന്നത്? എവിടെ യാത്ര? പന്തളത്തിന് പോവാം. ഞങ്ങളെ എവിടെ വിടും? അടുത്ത് വിടാം. അപ്പൊ നമ്മളെ ഈ പ്രേക്ഷകർക്കെല്ലാം അറിയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ അവസ്ഥകൾ എന്തൊക്കെയാണ് ഇപ്പോൾ? വീട്ടിലെ അവസ്ഥ ശോചനീയ അവസ്ഥയായിരിക്കും. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. 2 മക്കളുണ്ട്, വൈഫുണ്ട്, പിന്നെ ഒരു ചെറിയ വീടാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ രക്ഷപ്പെടുത്തിയപ്പം ആരെങ്കിലും മുന്നോട്ട് വന്നോ? ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഗൂഗിൾ പേയിൽ പൈസ വരാറുണ്ടോ? വരാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചില ആൾക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർക്ക് ലോട്ടറി അടിക്കും, ചിലർക്ക് ദൈവദൂതനെ പോലെ ചില ആൾക്കാർ വരും. ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്, ദൈവദൂതനെ പോലെ അല്ലേ? നമുക്ക് ഇതിൽ കൂടുതൽ എനിക്ക് ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ പൈസയല്ല വലുത്. തീർച്ചയായിട്ടും അതാണ് കറക്റ്റ് കാര്യം. അപ്പോൾ ഇനിയും ആൾക്കാരെ നോക്കി സുരക്ഷിതമായിട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ സുരക്ഷിതമായിട്ട് ആൾക്കാരിലൊക്കെ കെയർഫുൾ ആണോ എന്നുള്ളത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് നോക്കുക. എങ്കിലും വളരെ സന്തോഷം. ഞങ്ങളുടെ ചാനലിൽ കൂടുതലും ഇൻ്റർവ്യൂസാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ നമ്മൾ കാണിക്കുക എന്നുള്ളത് ചാനലിൽ വിളിച്ച് അപ്രൂവൽ എടുത്തപ്പോൾ ആദ്യം പറഞ്ഞത് നമുക്കത് എടുക്കണമെന്നാണ് പറഞ്ഞത്, ഞങ്ങളുടെ GMO പറഞ്ഞത്. അപ്പോൾ ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? കാര്യം ആ ഒരു സംഭവത്തിന് ശേഷം ആൾക്കാർ ഞാനിപ്പോൾ കണ്ടു, സെൽഫി എടുക്കുന്നത് കണ്ടു. ഈ ലോകത്ത് അങ്ങനെ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് ഇതിനെ അറിയപ്പെട്ടത്. ഒരുപാട് പേര് നമുക്ക് കേരളത്തിലായാലും ഇന്ത്യക്കകത്ത് പുറത്തുനിന്നും വിദേശ രാജ്യങ്ങളിലും മലയാളികളെല്ലാവരും വിളിച്ച് അവരൊക്കെ എന്തെങ്കിലും ഓഫർ ചെയ്തോ? വീട് വെച്ച് തരാമെന്നോ അങ്ങനെ എന്തെങ്കിലും? എല്ലാം നടക്കും, പേ കൊണ്ടെല്ലാം നടക്കും, പേടിക്കണ്ട. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പേ നടക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഈ ഫേസ് എല്ലാവരും നോക്കി വെച്ചോളൂ. ഇദ്ദേഹമാണ് കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ട്രെൻഡി ആയിട്ടുള്ള ഒരു കണ്ടക്ടർ, ഒരു ജീവൻ രക്ഷിച്ച ഒരു കണ്ടക്ടർ, ദൈവത്തിന്റെ കരങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ബിലുചേട്ടൻ അല്ലേ? ഒറിജിനൽ നെയിം എന്തായിരുന്നു? ബിജിത്ത് ലാൽ അല്ലേ? ബിജിത്ത് ലാൽ. അപ്പം എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് എന്തായിപ്പോയി. കാര്യം ബസ്സിൽ ഇങ്ങനെ ഒരു യാത്ര ചെയ്തുകൊണ്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ 1-2 വിശേഷങ്ങൾ തിരക്കി പോകുന്നതും അദ്ദേഹം ടിക്കറ്റ് കൊടുക്കുന്നു, വിശേഷങ്ങൾ അറിയുന്നതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം. അപ്പോൾ ചേട്ടാ നല്ല തിരക്കുണ്ടെന്ന് മനസ്സിലായി, ടിക്കറ്റ് കൊടുക്കുക. ഞാൻ ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കട്ടെ, പേരെന്താ? എന്താ ചെയ്യുന്നത്? ഞാൻ പഠിക്കുവോ? നമ്മൾ മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞൊരു ചാനലാണ് കേട്ടോ. നമ്മൾ സിനിമ ഇൻ്റർവ്യൂസ് ആണ് കൂടുതൽ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ വൈറലായിരിക്കും നിങ്ങളുടെ ചവറ ഭാഗത്തൊക്കെ വൈറലായ കണ്ടക്ടറെ കൂടെ അല്ലേ യാത്ര ചെയ്തത് അല്ലേ? ബിലുചേട്ടൻ ആ വീഡിയോ കണ്ടായിരുന്നു? കണ്ടപ്പോൾ നിനക്ക് എന്താ തോന്നിയത്? നല്ലൊരു പ്രവൃത്തി ചെയ്തു. അല്ല എങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചെന്നുള്ളത് തോന്നി? ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയല്ലേ. അതിനുശേഷം ഈ ചേട്ടനെ കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്തത്? ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. പുള്ളി അത്രയൊരു നല്ലൊരു പ്രവൃത്തി ചെയ്ത്. ചോദിച്ചായിരുന്നോ? ഇപ്പോഴാണ് പിന്നെ ഇത് ആദ്യമായിട്ട് ഇന്ന് ഇതിന് ശേഷം വീഡിയോ ഇപ്പൊ കണ്ടതിന് ശേഷം ആദ്യം കാണുന്നല്ലേ? നല്ലൊരു പ്രവൃത്തി ചെയ്ത ബ്രൂ. അങ്ങനെ നൈസ്. അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. പെട്ടെന്നുള്ളൊരു സമയത്ത് അവർ രക്ഷപ്പെടുത്തി ഒരാളുടെ ജീവിതമല്ലേ രക്ഷപ്പെടുത്തി. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്താണ് പഠിക്കുന്ന പറഞ്ഞേ? ഞാൻ IT ക്ക് പഠിക്കും. ഓക്കെ. വീട്? അപ്പോൾ ഒരു ചെറുപ്പക്കാർക്കെല്ലാം പുള്ളി ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പം അദ്ദേഹം ഭയങ്കര തിരക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചൊന്ന് വണ്ടി. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പൈസ എടുക്കാൻ കുനിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഒന്ന് കാണിച്ചു നോക്കട്ടെ എങ്ങനെയായിരുന്നു? അത് കക്ഷി ഇവിടെ വെച്ച് പൈസ എടുക്കാൻ പോയപ്പോൾ ഞാൻ വീഴാൻ പോന്നു ഇങ്ങനെ പിടിച്ചു അല്ലേ? എനിക്ക് വെയിറ്റ് കൂടുതലാ കേട്ടോ. ഇങ്ങനെ പിടിച്ചല്ലേ? ഇങ്ങനെ പിടിച്ചപ്പോൾ ഡോറ് തുറന്നു പോയി. അങ്ങനെയാണ് രക്ഷപ്പെടുത്തി നമ്മുടെ ബിലുചേട്ടൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ നിങ്ങൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്രയിൽ കാണുമ്പോഴും നമ്മുടെ വീഡിയോ കാണുമ്പോഴൊക്കെ നിങ്ങൾ ഓർക്കുക, ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ വന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബിലുചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പാവപ്പെട്ട കുടുംബമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുക.
ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ നമ്മളൊന്ന് ആശംസിക്കുക. അത് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു പ്രശംസ കൊടുക്കുക എന്നുള്ളതിന് ആ വീഡിയോക്കാണ് വന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം അല്ലേ? അതിലേ പറയുന്നുള്ളൂ, നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. തീർച്ചയായും നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മൂവി വേൾഡ് മീഡിയയുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പ്രഷറോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവർ ജീവൻ രക്ഷിക്കാൻ പറ്റി, അതിൽ അതിയായ സന്തോഷം. പിന്നെ ഞാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ സപ്പോർട്ട് ചെയ്യുക അല്ലേ? അത്രയും. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. അപ്പം ഓർത്ത് വെച്ചോളി മുഖം ബില്ലു ചേട്ടൻ. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.